ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവർക്ക് വിജയവഴി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് സമകാലികം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട PSCക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ് അവാർഡ്സുകൾ. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സിനിമ അവാർഡ്സുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട PSC പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് കൂടിയാണ്. ഈ അവാർഡിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു പൊതുവിവരങ്ങൾ, അതിൻ്റെ അവാർഡ് പശ്ചാത്തലം, കേരളത്തിലെ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ട് നിർണ്ണയിക്കുന്ന ഏക ഒരു ചലച്ചിത്ര പുരസ്കാരം കൂടിയാണ് ഈ ഫിലിം ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കേരളത്തിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കഴിഞ്ഞാൽ അപേക്ഷ ക്ഷണിച്ച് ജൂറി കണ്ട് നിർണ്ണയിക്കുന്ന ഒരു അവാർഡ് കൂടിയാണ്. ഇത്തവണത്തെ അവാർഡിനായി മാറ്റുരച്ചത് ആകെ 60 സിനിമകളാണ്. ഈ വർഷം വന്നത് 60 സിനിമകളാണ് മത്സരത്തിനായിട്ട് വന്നത്. പ്രഖ്യാപിച്ചത് അസോസിയേഷൻ ഓഫ് ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. ഇനി അതിൻ്റെ അവാർഡ് ജൂറി അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവാർഡ് നിങ്ങൾക്കറിയാം, ഓരോ അവാർഡിനകത്തും ജൂറി അംഗങ്ങൾ ഉണ്ടാകും. ആ ജൂറി അംഗങ്ങൾ സിനിമകളൊക്കെ കണ്ടിട്ട് അവരുടെ തീരുമാനമായിരിക്കും, അല്ലെ ഫൈനൽ, അവരാണല്ലോ അവാർഡ് പ്രഖ്യാപിക്കുക. അപ്പോൾ ജൂറി ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂറായിരുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹം പ്രശസ്ത സാഹിത്യകാരനാണ് മലയാളത്തിലെ. അദ്ദേഹമായിരുന്നു ജൂറി ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ ജൂറി അംഗങ്ങളുണ്ടായിരുന്നു ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, ഡോക്ടർ ജോസ് കെ മാനുവൽ, എ ചന്ദ്രശേഖർ. 49ാമത് പതിപ്പാണ്, അതായത് 2025 ചലച്ചിത്രങ്ങൾ ആസ്പദമാക്കിയാണ് 2026 അവാർഡ് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച സിനിമ സംവിധായകൻ. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ ഏറ്റവും മികച്ച സിനിമ ഏത് എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക, അല്ലെങ്കിൽ മികച്ച സംവിധായകൻ ആര് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. മികച്ച സിനിമ എന്ന് പറയുന്നത് എക്കോ എന്ന് പറയുന്ന സിനിമയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്നാണ് എക്കോ എന്ന് പറയുന്ന സിനിമ. ഒരു ത്രില്ലർ സിനിമയാണ്. മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ ചിത്രം മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൻ്റെ സംവിധായകനും നമ്മൾ ഓർത്തിരിക്കണം, ദിൻജിത്ത് അയ്യത്താനാണ്. ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന സംവിധായകനാണ്, ദിൻജിത്ത് അയ്യത്താനാണ് എക്കോയുടെ സംവിധായകൻ. കിഷ്കിന്ദ കാണ്ഡം സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ദിൻജിത്ത് അയ്യത്താൻ്റെ സിനിമയാണ് എക്കോ. അപ്പോൾ എക്കോയാണ് 49ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ ഏറ്റവും മികച്ച സിനിമ, എക്കോയാണ്. ഇനി മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ മറ്റൊരു ഹിറ്റ് സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ആ സിനിമയുടെ സംവിധായകൻ ഡൊമിനിക് അരുണാണ് മികച്ച സംവിധായകൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മികച്ച ഹിറ്റുകളിൽ ഒന്നായിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ സംവിധായകനാണ് 49ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സംവിധായകൻ. കല്യാണി പ്രിയദർശനാണ് ഈ ലോകയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. അപ്പോൾ ആ സിനിമയുടെ സംവിധായകനാണ് ഡൊമിനിക് അരുൺ, മികച്ച സംവിധായകൻ. ഇനി മികച്ച രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് രേഖാചിത്രമാണ്. രേഖാചിത്രം ആസിഫ് അലിയൊക്കെ അഭിനയിച്ച, ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത, അനശ്വര രാജൻ പ്രധാന വേഷത്തിൽ തിളങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് രേഖാചിത്രം. അപ്പോൾ 49ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച രണ്ടാമത്തെ സിനിമ രേഖാചിത്രം. ഒന്നാമത്തെ സിനിമ ഏതാണ്? എക്കോ, അല്ലേ, നമ്മൾ പഠിച്ചു. അതിൻ്റെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താനാണ്. മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊമിനിക് അരുണാണ്. ലോക എന്ന് പറയുന്ന ചാപ്റ്റർ 1 ചന്ദ്ര, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ഡൊമിനിക് അരുണാണ് മികച്ച സംവിധായകൻ. മികച്ച രണ്ടാമത്തെ സിനിമ ഏതാണ്?
രേഖാചിത്രമാണ്. അത് സംവിധാനം ചെയ്തത് ആരാണ്? ജോഫിൻ ടി ചാക്കോ. ഓക്കെ, പഠിച്ചല്ലോ. ഇനി നമ്മൾ മികച്ച നടൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, 49ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച നടൻ, ബെസ്റ്റ് ആക്ടർ ആരാണ്? അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്, മോഹൻലാൽ. മോഹൻലാൽ ഏതൊക്കെ സിനിമകൾക്കാണ് അദ്ദേഹത്തിൻ്റെ അവാർഡ്? 2 സിനിമകൾക്കാണ്. തുടരും അതുപോലെ തന്നെ ഹൃദയപൂർവ്വം. ഈ 2 സിനിമകൾക്കാണ് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് 49ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച നടൻ. 2 സിനിമ, തുടരും ഹൃദയപൂർവ്വം, ഈ 2 സിനിമയിലെ പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് ഹൃദയപൂർവ്വം. എന്നീ ചിത്രങ്ങളിലെ മികച്ച അഭിനയത്തിനാണ് മലയാളത്തിൻ്റെ ജനപ്രിയ താരം മോഹൻലാൽ ഈ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ മികച്ച നടൻ ആരാണ്? മോഹൻലാൽ. അടുത്തത് മികച്ച നടി. സ്വാഭാവികമായിട്ടും നടൻ അല്ലേ, നമ്മൾ നടനെ അറിഞ്ഞു കഴിഞ്ഞാൽ നടിയും അറിയണം. മികച്ച അല്ലേ, ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത്. മികച്ച നടി എന്ന് പറയുമ്പോൾ 2 പേരാണ് ഈ അവാർഡ് പങ്കിട്ടെടുക്കുന്നത്. അതുകൊണ്ട് മികച്ച നടിമാർ എന്നാണ്. നമ്മൾ ഈ അവാർഡിൽ മികച്ച നടിമാരാണ്, ബെസ്റ്റ് ആക്ട്രസ് ആണ്. ആരൊക്കെയാണ്? 2 ആക്ട്രസ്സുകൾ ഈ അവാർഡ് നമുക്കറിയാം പങ്കിട്ടെടുക്കുന്നുണ്ട്. ഒന്ന് കല്യാണി പ്രിയദർശനും മറ്റൊന്ന് അനശ്വര രാജനും. കല്യാണി നിങ്ങൾക്കറിയാം, ലോക എന്ന് പറയുന്ന സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചു. അനശ്വര രാജന് രേഖാചിത്രം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, ഈ 2 സിനിമയിലെ പ്രകടനത്തിനാണ് അനശ്വര രാജനും കല്യാണി പ്രിയദർശനുമാണ് മികച്ച നടിമാർ. അപ്പോൾ 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച നടിമാർ കല്യാണി പ്രിയദർശനും അതുപോലെ തന്നെ അനശ്വര രാജനും. ഇനി പ്രത്യേക പുരസ്കാരങ്ങൾ, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേക അല്ലെ 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സിലെ പ്രത്യേക പുരസ്കാരങ്ങൾ. അതിലൊന്നാണ് ചലച്ചിത്ര രത്നം പുരസ്കാരം. അത് MG ശ്രീകുമാറാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ അല്ലെ. മലയാള സിനിമ സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം, ചലച്ചിത്ര രത്നം പുരസ്കാരം അവാർഡ് നേടിയത് MG ശ്രീകുമാറാണ്. അതുപോലെ റൂബി ജൂബിലി അവാർഡ് അല്ലേ, റൂബി ജൂബിലി അവാർഡ് നമ്മുടെ മറ്റൊരു പ്രിയപ്പെട്ട സംവിധായകൻ അല്ലെ, നമ്മുടെ പഴയ അല്ലെങ്കിൽ പുതിയ സിനിമകളൊക്കെ ചെയ്യുന്ന പ്രിയദർശൻ, സിനിമാ രംഗത്ത് 40 വർഷത്തിലേറെ പിന്നിട്ടിട്ടുള്ള മലയാളത്തിലെ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രിയദർശന് പ്രത്യേക ബഹുമതി റൂബി ജൂബിലി അവാർഡ്. ചലച്ചിത്ര പ്രതിഭയായിട്ട് അല്ലേ ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് 3 പേരാണ്. ഒന്ന് TG രവി, ഇന്ദ്രൻസ് കൈതപ്രം അല്ലേ. അതുപോലെ കല്ലിയൂർ ശശി, ഊർമിള ഉണ്ണി, B അരുന്ധതി എന്നിവർക്കും പ്രതിഭാ പുരസ്കാരം. അപ്പോൾ 3 പേരല്ല, 3 പ്രധാനപ്പെട്ട ആളുകൾ അവിടെ. TG രവി, ഇന്ദ്രൻസ് കൈതപ്രം ഉണ്ട്. അതുപോലെ തന്നെ കല്ലിയൂർ ശശി, ഊർമിള ഉണ്ണി, B അരുന്ധതി തുടങ്ങിയവർക്കും ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട അവാർഡ് പട്ടികയാണ്, അതും നമുക്കൊന്ന് പരിശോധിക്കാം. മികച്ച സ്ക്രിപ്റ്റ് അല്ലെ, തിരക്കഥ. ആരാണ് മികച്ച തിരക്കഥാകൃത്ത്? രാജേഷ് തില്ലങ്കരിയാണ്. സിനിമ ഏതാണ്? എ പ്രഗ്നൻ്റ് വിഡോ എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച തിരക്കഥാകൃത്തായിട്ട് രാജേഷ് തില്ലങ്കരി, 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച തിരക്കഥ രാജേഷ് തില്ലങ്കരിയുടേതാണ് സിനിമ എ പ്രഗ്നൻ്റ് വിഡോ. മികച്ച കഥ GR ഇന്ദുഗോപൻ്റേതാണ് അല്ലേ. മികച്ച കഥ അത് ഇമ്പോർട്ടൻ്റ് ആണ്. GR ഇന്ദുഗോപൻ മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതാണ് മികച്ച കഥ? സിനിമ ഏതാണ്? പൊന്മാൻ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തിലെ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് പൊന്മാൻ, ബേസിൽ ജോസഫ് അഭിനയിച്ചിട്ടുള്ള പൊന്മാൻ. അപ്പോൾ അതിൻ്റെ ഏതാണ് മികച്ച കഥ? അത് എഴുതിയത് GR ഇന്ദുഗോപനാണ്. അടുത്തത് ജനപ്രിയ ചിത്രം അല്ലേ. ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് അഖിൽ സത്യൻ അല്ലേ. അഖിൽ സത്യൻ ആണ് സംവിധായകൻ, അതിൻ്റെ ജേതാവ്. മികച്ച ജനപ്രിയ ചിത്രം അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായയാണ്. സർവം മായ നമ്മുടെ നമുക്കറിയാം, നമ്മുടെ സർവം മായ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വർഷത്തിൽ മികച്ച സിനിമകളിലൊന്നായിരുന്നു. അഖിൽ സത്യനാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. നിവിൻ പോളി അല്ലേ അഭിനയിച്ച് തിരിച്ചുവരവ് കൂടിയായിരുന്നു ആ സിനിമയിൽ. മറ്റൊന്ന് മികച്ച സ്ത്രീപക്ഷ സിനിമ, ശിവരഞ്ജിനി ജെ സംവിധാനം ചെയ്ത വിക്ടോറിയ എന്ന് പറയുന്ന സിനിമയാണ് മികച്ച സ്ത്രീപക്ഷ സിനിമ. ഒരു ഫെമിനിസ്റ്റ്
അപ്രോച്ചിലുള്ള സിനിമയായിരുന്നു. ശിവരഞ്ജിനിയാണ് അതിൻ്റെ സംവിധാനം ചെയ്തത്. സിനിമയുടെ പേരാണ് വിക്ടോറിയ എന്ന് പറയുന്നത്. ഇനി സംഗീത വിഭാഗം പുരസ്കാരങ്ങളുണ്ട് അല്ലേ. സംഗീത വിഭാഗത്തിൽ മികച്ച സംഗീത സംവിധാനം ജേക്സ് ബിജോയ് ആണ്. ജേക്സ് ബിജോയ് അറിയാലോ, ജേക്സ് ബിജോയ് അല്ലേ. അദ്ദേഹത്തിൻ്റെ നരിവേട്ട, ലോക ചാപ്റ്റർ, വൺചന്ദ്ര എന്നീ സിനിമകളിലെ അദ്ദേഹം സംഗീത സംവിധാനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധാനത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത്. മികച്ച ഗായകൻ നവനീത് ഉണ്ണികൃഷ്ണനാണ്. വിട പറയാം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയിലെ വിട പറയാം എന്ന് പറയുന്ന ഗാനം ആലപിച്ച നവനീത് ഉണ്ണികൃഷ്ണനാണ് മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും മികച്ച ഗായിക ഉണ്ടാവും അല്ലേ. ആരാണ്? സിത്താരയാണ്. സിത്താര കൃഷ്ണകുമാറാണ്. നമുക്കറിയാം നരിവേട്ടയിലെ മിന്നൽ വള എന്ന് പറയുന്ന പാട്ട്, മിന്നൽ വള എന്ന് പറയുന്ന അല്ലേ ഗാനമാണ് നരിവേട്ടയിലെ. സിത്താര കൃഷ്ണകുമാറിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ സിത്താര മാത്രമല്ല, 2 പേരുണ്ട്. ആർ ദിവ്യ നായറുമുണ്ട്. ചിത്രം നേരറിയും നേരത്ത്. അപ്പോൾ 2 പേരാണ് മികച്ച ഗായികമാർ. ഒന്ന് സിത്താരയും അതുപോലെ JR ദിവ്യ നായരും. സിത്താര ഏത് സിനിമയിലെ പാട്ടാണ്? മിന്നൽ വള, നരിവേട്ടയിലെ. JR ദിവ്യ നായർ നേരറിയും നേരത്ത് എന്ന് പറയും. മികച്ച ഗാനരചയിതാവ് മഹേഷ് ഗോപാലാണ് മികച്ച ഗാനരചയിതാവ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, മുരളി നീലാംബരി അല്ലേ, വാതു 2 പേര് മികച്ച ഗാനരചയിതാവായി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അടുത്തത് അല്ലേ, നമ്മൾ അതിനകത്ത് വരുന്ന ഒരു 1-2 കുറച്ച് ക്വസ്റ്റ്യൻ പോലെ 49ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? എക്കോയാണ് മികച്ച സിനിമ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മികച്ച സിനിമയാണ്. 49ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ 2025 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ എക്കോയാണ്. സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ. അതുപോലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മോഹൻലാൽ അല്ലെ. അദ്ദേഹത്തിന് പുരസ്കാരം നേടുത്തുന്ന സിനിമകൾ ഏതൊക്കെയാണ്? തുടരും, ഹൃദയപൂർവ്വം 2 സിനിമകളാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു സെഷൻ അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അവാർഡ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ സിനിമ ഒരു പ്രധാനപ്പെട്ടൊരു മേഖലയാണ് PSCയുടെ. അതിൽ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2025 അവാർഡ്, അതിലെ മികച്ച സിനിമ, മികച്ച സംവിധായകൻ, നടൻ, സംഗീത സംവിധായകം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള അവാർഡുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.